അർശിന്റെ തണൽ ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50-ാമത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. എന്റെ നബിയോടാണെനിക്കു പ്രേമം, സ്നേഹക്കടലോടാണെനിക്കു ദാഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഹബീബുൽ വറ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുൽ ഇജാബയിൽ പെട്ടു എന്നുള്ളത് അതും നമുക്ക് അള്ളാഹു നൽകിയ വലിയ മഹത്വങ്ങളിലൊന്നാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക എന്നത് അള്ളാഹു പ്രത്യേകക്കാർക്ക് മാത്രം നൽകുന്ന മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയാണ് ദീനുൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടുത്തെ കൽപ്പനകൾ, അവിടുന്ന് നിരോധിച്ച കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുകയും കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും നിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്ന് പിഴുതെറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയുള്ള ഒരു കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. മഹത്വം, ഏറ്റവും വലിയ മഹത്വമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യം ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മാലാകമാരും എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം, അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണമെന്ന്. സ്വലാത്തിന്റെ മഹത്വം നാം പലപ്പോഴും പലരിൽ നിന്നും കേട്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 50 മഹത്വങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായി മാറണം നാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന 50 മഹത്വങ്ങൾ, ഇതൊക്കെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സ്വലാത്തിൽ അവരെയും കൂടി പങ്കാളികളാക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഒന്നാമതായുള്ള മഹത്വം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നവനായി മാറുക എന്നുള്ളതാണ്. രണ്ടാമതായി സ്വലാത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് യോജിക്കുക എന്നതാണ്. അതുപോലെ മൂന്നാമതായി സ്വലാത്തിന്റെ വിഷയത്തിൽ മലക്കുകളോട് യോജിക്കുക. ഈ 3 കാര്യവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്തിൽ പരാമർശിച്ചത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അവന്റെ മാലാകമാരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കാൻ സാധിച്ചു. അതുപോലെ മലായികത്തുൽ കിറാമിന്റെ പ്രവർത്തനത്തോട് യോജിക്കാൻ സാധിച്ചു. വ്യത്യാസമുണ്ടെങ്കിലും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ആ കൽപ്പന ശിരസ വഹിക്കുന്നവരായി മാറുന്നു. ഒരു സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിൽ നിന്ന് 10 സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് 4-ാമത്തെ മഹത്വം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
റിവായത്ത് ചെയ്യുന്ന ഹദീസ്, വിശാലമായ ഹദീസിൽ നിന്ന് പ്രധാന ഭാഗം മാത്രം ഞാൻ വായിക്കും. ബാക്കിയുള്ളത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ടെക്സ്റ്റ് മുഴുവനായും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉദ്ധരണികളും നൽകാൻ ശ്രമിക്കും. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 ഗുണങ്ങൾ ചെയ്യുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ എന്ന് പരാമർശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഞ്ചാമത്തത്, സ്വലാത്ത് കാരണം 10 സ്ഥാനങ്ങൾ ഉയരും, 10 ഗുണങ്ങൾ രേഖപ്പെടുത്തും, 10 തിന്മകൾ മായ്ക്കപ്പെടും. 5, 6, 7 മഹത്വം അതാണ്. അബൂ തൽഹത്തുൽ അൻസ്വാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അതാനി ആതിം മിൻ റബ്ബി അസ്സ വജല്ല ഫഖാൽ മൻ സ്വല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്. അങ്ങയുടെ മേൽ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 ഹസനത്തുകൾ രേഖപ്പെടുത്തും. വമഹാൻഹു 10 സയ്യിആത്തിൻ, 10 തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയും. വറഫഅലഹു 10 ദറജാത്തിൻ, അവന് 10 സ്ഥാനങ്ങൾ ഉയർത്തുകയും വറദ്ദ അലൈഹി മിസ്ലഹ, തത്തുല്യമായത് അവന് നൽകുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 വകതബ ലഹു 10 ഹസനാത്തിൻ എന്ന് മറ്റു റിവായത്തിൽ ഇമാം തുർമുദി ഉദ്ധരിച്ച റിവായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 8ാമത്തെ മഹത്വം എന്നുള്ളത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു എന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന അസ്സമാഇ വൽ അർദ്, ദുആ ആകാശഭൂമികൾക്കിടയിൽ സ്റ്റോപ്പാക്കപ്പെടുന്നതാണ്. ലാ യസ്അദു മിൻഹു ഷൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ നബിയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലാതെ ആ ദുആ മേൽപോട്ട് ഉയരുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിച്ചതായി കാണാം. മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇദാ അറാദ അഹദുക്കും അൻ യസ്അല ഫല്യബ്ദ ബിൽ മദ്ഹി വസ്സനാഇ അലല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം മദ്ഹ് കൊണ്ടും സനാഅ് കൊണ്ടും തുടങ്ങുക. അല്ലാഹു ബിമാ ഹുവ അഹ്ലുഹു, ഹംദും സ്വലാത്തൊക്കെ ചെല്ല. സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും സുമ്മ യസ്അൽ ബഅദു, പിന്നീടാണ് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ഫഇന്നഹു അജ്ദറു അൻ യൻജഹ്, വിജയിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ളതാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. 9ാമത്തെ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്നു എന്നതാണ്. ഫമൻ സഅല ലിൽ വസീലത ഹല്ലത ലഹു ശഫാഅ, ബാങ്കിന് ശേഷം, ബാങ്ക് കേട്ടതിന് ശേഷം ബാങ്ക് ഓരോ പദങ്ങളും കൂടെ ചൊല്ലുകയും അതിന് ശേഷം വസീലത്ത് ഫളീലത്ത് എന്ന ആ പ്രത്യേക സ്ഥാനം ആരെങ്കിലും തേടിയാൽ അവന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബിഹു 10 വഹീന യുംസി 10 അദ്റകത്ഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ആരെങ്കിലും പ്രഭാത സമയത്ത് 10ഉം രാത്രിയിൽ 10ഉം സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ ശഫാഅത്ത് അന്ത്യനാളിൽ അവന് ലഭിക്കുമെന്ന് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. 10ാമത്തെ സ്ഥാനം എന്നുള്ളത് പാപമോചനത്തിന് കാരണമാകുന്നു എന്നാണ്. അതുപോലെ മനപ്രയാസങ്ങൾ, 11ാമത്തേത് മനപ്രയാസങ്ങൾ നീങ്ങാൻ കാരണമാകുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, തുഫൈൽ ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവാകുന്ന ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടുന്ന് സ്വലാത്തുകൾ ഞാൻ ചൊല്ലാമെന്ന് ഏൽക്കുകയും അവസാനം
ദുആ മുഴുവനും സ്വലാത്താക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മറുപടി കൊടുത്തത് ഇദൻ തുഖ്ഫാ ഹമ്മക്, മനപ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് നീങ്ങുകയും വയുഗ്ഫറു ലക ദംബുക്, അങ്ങയുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്. 12ാമത്തെ കാരണം, 12ാമത്തെ മഹത്വം എന്നുള്ളത് അന്ത്യനാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം ലഭിക്കുന്നു എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നതായി കാണാം, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. 13ാമത്തത് പാവങ്ങൾക്ക് സ്വലാത്ത് ദാനധർമ്മത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ്. അതുപോലെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. അയ്യുമാ റജുലിൻ മുസ്ലിമിൻ ലം യകുൻ ഇൻദഹു സദഖ, ആരുടെയെങ്കിലും അടുത്ത് സ്വതക്ക ചെയ്യാൻ പര്യാപ്തമായ സമ്പാദ്യമോ മറ്റോ ഇല്ലെങ്കിൽ ഫല്യഖുൽ ഫീ ദുആഇഹി, അവന് ദുആയിൽ പറയണം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയണം. ഫഇന്നഹാ സകാത്തുൻ, അത് സകാത്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. 15ാമത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹുവും അവന്റെ മലക്കുകളും അവന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുമെന്നതാണ്. ഫഇന്നഹു മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ലം തസലിൽ മലായികത്തു തുസല്ലി അലൈഹി മാ സ്വല്ലാ അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാലത്തോളം മലായികത്തുൽ കിറാം അവന്റെ മേൽ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫല്യുഖില്ല അഅമുദു മിൻ ദാലിക ഔ ലിയുക്സിർ, വേണമെങ്കിൽ കുറക്കട്ടെ അല്ലെങ്കിൽ അധികരിപ്പിക്കട്ടെ. മാലാഖമാരുടെ ദുആ നിങ്ങൾ കൂടുതൽ ലഭിക്കണമെങ്കിൽ അധികരിപ്പിച്ചോളൂ, ആവശ്യമില്ലെങ്കിൽ കുറച്ചോളൂ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുപോലെ ആത്മീയ ശാരീരിക ശുദ്ധിക്ക് കാരണമാകുന്നു. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അക്സിറു സ്വലാത്ത അലയ്യ ഫഇന്ന സ്വലാത്ത അലയ്യ സകാത്തുൽ ലക്കും, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണം, കാരണം എൻ്റെ മേലുള്ള സ്വലാത്ത് നിങ്ങളുടെ ആത്മീയ ശാരീരിക ശുദ്ധിക്ക് കാരണമാകുന്നു എന്ന്. 17 മരണത്തിന് മുമ്പ് തന്നെ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത ലഭിക്കുമെന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ ഫീ യൗമിൻ അൽഫ മറ, ആരെങ്കിലും ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലിയാൽ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, തൻ്റെ സ്വർഗത്തിലുള്ള ഇടം അവന് കാണാതെ ഈ ഭൂമി ലോകത്തോട് വിട പറയുകയില്ല, മരണപ്പെടുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 18ാമത്തത് അന്ത്യനാളിന്റെ ഭയാനകതയിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നതാണ്. അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വ മവാത്തിനിഹാ അക്സറുക്കും അലയ്യ സ്വലാത്തൻ ഫീ ദാരി ദുനിയ, ഭൗതിക ലോകത്ത് എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാരോ അവനാണ് പാരത്രിക ലോകത്ത് അന്ത്യനാളിന്റെ ഭയാനകതയിലും അവിടെയുള്ള ഭീതിപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ രക്ഷ നേടുന്നവർ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ദൈലമിയിൽ ഉദ്ധരിച്ചതായി കാണാം. 19ാമത്തെ കാര്യം മറന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ നസീതും ഷൈഅൻ ഫസല്ലു അലയ്യ തദ്കുറുഹു ഇൻഷാ അല്ലാഹ്, നിങ്ങൾ വല്ലതും മറന്നുപോയാൽ അത് ഓർത്തെടുക്കാൻ വേണ്ടി എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, എന്നാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ 20 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വലാത്തും സലാമും ചൊല്ലുക വഴി അവിടുത്തെ സലാം അടക്കം ലഭിക്കുന്നു എന്നതാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം,
നിങ്ങൾ ആരെങ്കിലും എൻ്റെ മേൽ സലാം ചൊല്ലിയാൽ അള്ളാഹു എൻ്റെ റൂഹ് എനിക്ക് മടക്കിത്തരികയും ഞാൻ അവന് സലാം അടക്കുകയും ചെയ്യുന്നു. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. 21 സദസ്സിന്റെ സൗകര്യമാര്യതയ്ക്ക് കാരണമാകുന്നു. അതുവഴി അന്ത്യനാളിൽ വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സയ്യിനു മജാലിസകും ബിസ്സലവാതി അലയ്യ, നിങ്ങളുടെ മജ്ലിസുകളെ നിങ്ങൾ സ്വലാത്ത്, എൻ്റെ മേലുള്ള സ്വലാത്ത് കൊണ്ട് ഭംഗി കൂട്ടുക. ഫഇന്ന സ്വലാത്തക്കും അലയ്യ നൂറുൽ ലക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശോഭയാണ് എൻ്റെ മേലുള്ള സ്വലാത്ത്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കാരണമാകുന്നു. കസറത്തു ദിക്രി വസ്സലാത്ത അലയ്യ തംഫിൽ ഫഖർ, അധികം ദിക്ർ ചൊല്ലലും എൻ്റെ മേലുള്ള സ്വലാത്തും ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 23-ാമത്തേത് ലുബ്ധത, പിശുക്ക് മാറാൻ കാരണമാകുന്നു. അൽ ബഖീലുല്ലദീ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, എൻ്റെ നാമം കേട്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് യഥാർത്ഥ പിശുക്കൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 24 തുലയട്ടെ എന്ന പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റഗിമ അൻഫു റജുലിൻ, ഒരാൾ തുലയട്ടെ, ദുകിർതു ഇൻദഹു, അവന്റെ പേൽ അവന്റെ അടുക്കൽ എൻ്റെ നാമം പറയപ്പെട്ടിട്ടുണ്ട്, ഫലം യുസല്ലി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വലിയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. 25 സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു. 26 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലാത്ത മജ്ലിസ് ദുർഗന്ധമുള്ളതാണെന്ന ആക്ഷേപത്തിൽ നിന്ന് രക്ഷ നേടാം. മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി, ഒരു സമുദായവും ഒരു മജ്ലിസിൽ ഇരിക്കുകയില്ല, അവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ പറയപ്പെടുന്നില്ല. വലം യുസല്ലു അലാ നബിയിഹിം, അവരുടെ നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നില്ല എങ്കിൽ ഇല്ലാ കാന അലൈഹിം തിറ, ആ സദസ്സിന് വലിയ ദുർഗന്ധമുണ്ടാകും, മോശം സ്വഭാവം ഉണ്ടാകും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷണങ്ങളുടെയും മറ്റു പ്രവർത്തനങ്ങളുടെയും പൂർണ്ണത കൈവരിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു. മജ്തമാ ഖൗമുൻ സുമ്മ തഫറഖു ദിക്റല്ലാഹി വസലാത്തൻ അല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാമു അൻ അൻതനി മിൻ ജീഫ, ഒരു സമുദായം ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാതിരിക്കുകയും ചെയ്താൽ അവർ എണീച്ചു പോകുന്നത് ഏറ്റവും മോശമായ, ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ശവത്തിന്റെ അരികിൽ നിന്നാണ് അവർ എണീറ്റ് പോകുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വലാത്ത് ചൊല്ലുക വഴി ആ ഒരു ആക്ഷേപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സാധിക്കുന്നു. 28 സിറാത്ത് പാലത്തിൽ ധാരാളം പ്രകാശം ലഭിക്കുന്നു. സയ്യിനു മജാലിസകും ബിസ്സലാത്തി അലയ്യ ഫഇന്ന സ്വലാത്തകും അലയ്യ നൂറുൽ ലക്കും യൗമൽ ഖിയാമ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മേൽ നിങ്ങളെ മജ്ലിസുകളെ നിങ്ങൾ ഭംഗി കൂട്ടണം സ്വലാത്ത് കൊണ്ട്, കാരണം എൻ്റെ മേലുള്ള സ്വലാത്ത് പാരത്രിക ലോകത്ത് പ്രകാശമാണ്. മറ്റൊരു ഹദീസിൽ അസ്വലാത്തു അലയ്യ നൂറുൻ അല സിറാത്ത്, സിറാത്തിന്റെ മേൽ പ്രകാശമാണ് എൻ്റെ പേരുള്ള സ്വലാത്ത്. ഫമൻ സ്വല്ലാ അലയ്യ യൗമൽ ജുമുഅത്തി 80 മറത്തൻ, എൻ്റെ മേൽ വെള്ളിയാഴ്ച ദിവസം 80 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക വഴി ഗുഫിറത് ലഹു ദുനൂബു 80 ആമ, 80 കൊല്ലത്തെ ദോഷങ്ങൾ അവന് പൊറുക്കപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 29 അടിമയുടെ പിണക്കത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സാധിക്കും. 30 ആകാശഭൂമിയിലുള്ളവരുടെ അടുത്ത് പ്രശംസ നിലനിൽക്കാൻ കാരണമാകുന്നു. 31 ബറക്കത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. കസറത്തു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുക്സിറുൽ അർസുഖ വൽ ബറകാത്ത്, ബറക്കത്തുകളും അതുപോലെ റിസ്കുകളും അധികരിക്കപ്പെടുന്നു സ്വലാത്ത് അധികരിപ്പിക്കുക വഴി. തഖ്ദിയൽ ഹവായിജ്, ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു. 33 തിരുനബിയുടെ സ്നേഹം നിലനിൽക്കാൻ കാരണമാകുന്നു. തിരുനബിക്ക് നമ്മോടുള്ള ഇഷ്ടം നിലനിൽക്കുന്നു. സന്മാർഗത്തിൽ നിലനിൽക്കാനും ഹൃദയത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്നു. 36 സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേരുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കൻ അഅതാഹു അസ്മാഅൽ ഖലായിക്,
എൻ്റെ ഖബറിന്റെ അടുക്കൽ ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അഅതാഹു അസ്മാഅൽ ഖലായിക്, എല്ലാവരുടെയും പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ എൻ്റെ മേൽ ആരും സ്വലാത്ത് ചൊല്ലൂല ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, അവന്റെയും അവന്റെ പിതാവിന്റെയും പേര് കൊണ്ട് എന്നിലേക്ക് എത്തിച്ചിട്ടല്ലാതെ. ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സ്വല്ല അലൈക്, ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ ഇന്നാലിന്നവൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ആ മലക്ക് പറഞ്ഞു കൊടുക്കും. അതിനേക്കാൾ വലിയ മഹത്വം മറ്റെന്താണ് നമുക്ക് വേണ്ടത്? 37 സിറാത്തുൽ മുസ്തഖീമിൽ കാലിന് സ്ഥൈര്യത ലഭിക്കാൻ കാരണമാകുന്നു. റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി യസ്ഹഫു അല സിറാത്തി മർറതൻ വയജ്തു മർറതൻ വയതഅല്ലഖു മർറതൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഒരാളെ കണ്ടു എൻ്റെ സമുദായത്തിലുള്ള യസ്ഹഫു അല സിറാത്ത്, സിറാത്തുൽ മുസ്തഖീമിലൂടെ അവനിങ്ങനെ പോകുന്നു. മർറത്തൻ, ചിലപ്പോൾ ഇങ്ങനെ നേരെ പോകുന്നു, ചിലപ്പോൾ താഴെ വീഴാൻ നോക്കുന്നു, ചിലത്തിങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കുന്നു. ഫജാഅതുഹു സ്വലാത്തുഹു അലയ്യ, അന്നേരം എൻ്റെ മേൽ ചൊല്ലിയ സ്വലാത്ത് അവന്റെ അടുക്കൽ വരുന്നു. ഫഅഖദത് ബിയദിഹി, ആ സ്വലാത്ത് അവന്റെ കൈ പിടിക്കുന്നു. ഫഅഖാമതുഹു അല സിറാത്തി ഹത്താ ജാവസ്, സിറാത്തിൽ അവന്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം പാലം കടക്കാൻ അവനെ സഹായിക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബിയോടുള്ള ചെറിയ രീതിയിലുള്ള ബാധ്യത വീട്ടാൻ നമുക്ക് സാധിക്കുന്നു. അള്ളാഹുവിനോടുള്ള ദിക്റും ശുക്റും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. സ്വലാത്ത് അള്ളാഹു അവന്റെ ഹബീബിനെ പ്രശംസിക്കാനുള്ള പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ അടിമ തന്റെ ആവശ്യം അള്ളാഹുവിന് മുന്നിൽ തുറന്നു വെക്കുന്നതിന് തുല്യമായതാണ് സ്വലാത്ത്. 41 നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നാണ്. മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റൻ വമൻ സ്വല്ലാ അലൈഹി അശ്റൻ സ്വല്ലല്ലാഹു അലൈഹി മിഅതൻ വമൻ സ്വല്ലാ അലൈഹി മിഅതൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തൻ മിനൻ നിഫാഖി വബറാഅത്തൻ മിനൻ നാർ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അന്ത്യനാളിൽ രക്തസാക്ഷികളോടൊപ്പം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. വാസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മാ ശുഹദാ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 44 പാരത്രിക ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സാക്ഷി പറയുമെന്നതാണ്. മാമിൻ ആബിദിൻ യുസല്ലിമു അലയ്യ ഇൻദ ഖബ്രി ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കൻ യബ്ലുഗ്നി വകഫാ അംറ ആഖിറതിഹി വദുനിയാഹ്, അവന്റെ ഭൗതിക പാരത്രിക കാര്യങ്ങളെല്ലാം മതിയാക്കി കൊടുക്കും. വകുന്തു ലഹു ഷഹീദൻ വശഫീഅൻ യൗമൽ ഖിയാമ, പാരത്രിക ലോകത്ത് അവന് സാക്ഷിയും അതുപോലെ ശുപാർശകനായി ഞാൻ മാറുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 45 അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമാകുന്നു. സ്വലാത്തുക്കും അലിയ മുജവ്വിസത്തുൽ ദുആഇക്കും വമർളാത്തുൽ റബ്ബിക്കും വസകാത്തുൽ അഅമാലിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മേലുള്ള സ്വലാത്ത് നിങ്ങളുടെ ദുആ വിട്ടുകിടക്കാൻ അത് കാരണമാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തിക്ക് കാരണമാകുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ആ ശുദ്ധിക്ക് അത് കാരണമാകുന്നു. സ്വലാത്തിന്റെ പ്രതിഫലം അവനും അവന്റെ പരമ്പരക്കും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതുദ്രിക റജുല വവലദഹു വവലദ വലദിഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് ഒരു വ്യക്തിക്കും അവന്റെ മകനും മക്കൾക്കും അതിന്റെ ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. പാപം പൊറുക്കാൻ കാരണമാകുന്നു. അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഹഖു ലിൽ ഖതായ മിനൽ മാഇ ലിന്നാർ, തീയിനെ വെള്ളം ഏത് രൂപത്തിലാണോ കെടുത്തിക്കളയുന്നത് അതുപോലെ സ്വലാത്ത് ദോഷങ്ങളെ പൊറുക്കാൻ കാരണമാകുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടിമോചനത്തെക്കാൾ പുണ്യമാണ്. വസ്സലാമു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളു മിൻ ഇഅ്തിഖിർ റിഖാബ്, അടിമകളെ മോചിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് സ്വലാത്ത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുന്നു. സലാത്തുൻ തഹ്ത ദില്ലിൽ അർശി യൗമൽ ഖിയാമ യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിന്റെ തണൽ മാത്രം, അർശിന്റെ തണൽ മാത്രം നിലനിൽക്കുന്ന ആ ഘട്ടത്തിൽ, ആ സമയത്ത് ഇല്ലാ ദില്ലു മൻ ഫറജ അൻ മക്റൂബിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് വല്ല വിഷമങ്ങളും ആരെങ്കിലും തുറസ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, വഅഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വഅക്സറ സ്വലാത്ത് അലിയ, എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അവർക്ക് ഈ
അർശിന്റെ തണൽ ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50-ാമത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി മാത്രമേ നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണം, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വിശാലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഈ സ്വലാത്ത് നമുക്ക് ലഭിക്കുന്ന പുണ്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യം ആണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. മറിച്ച് സ്വലാത്ത് എത്ര ചൊല്ലുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭിക്കുകയും ആത്മീയമായും അതുപോലെ എല്ലാ നിലക്കും വളർച്ചയും ഉയർച്ചയും ലഭിക്കാൻ അത് കാരണമാകുന്നു, ദാരിദ്ര്യം നീങ്ങാൻ കാരണമാകുന്നു എന്നൊക്കെയും നാം ഈ പറഞ്ഞ ഹദീസിലൂടെ മനസ്സിലാക്കി ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ നാം പ്രേരണ നടത്തുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി അവരോട് ഉപദേശിക്കുകയും പറയുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.